നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാ പ്രീമിയർ ലീഗ് മാച്ച് വീക്കുകൾക്ക് മുമ്പ് നമ്മളൊരു പ്രഡിക്ഷൻ പറയാറുണ്ട്. അതിനുശേഷം ആ പ്രഡിക്ഷനുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാറുമുണ്ട്. പ്രവചന സിംഹമോ അതോ മാൻട്രാക്കോ, അതാണ് നമ്മുടെ വീഡിയോ സീരീസ്. ഇത്തവണ എന്തായാലും നല്ല മാൻട്രാക്ക് ആയിട്ടുണ്ട്. യുണൈറ്റഡ് ചെൽസിയെ തോൽപ്പിച്ചത് കണ്ട് ഈ കളിയിൽ വിജയിക്കുമെന്ന് പറഞ്ഞു, ബ്രെൻഫോർഡിനോട് വിജയിക്കുമെന്ന് പറഞ്ഞു. ബ്രെൻഫോർഡ് എടുത്തിട്ട് അലക്കിപ്പോയി. ചെൽസി കഴിഞ്ഞ കളി തോറ്റത് കൊണ്ട് അവരുടെ ലോക ചാമ്പ്യന്മാരൊക്കെ ആണല്ലോ, തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ബ്രൈറ്റൺ എടുത്തിട്ട് അലക്കിപ്പോയി. അങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചത് കഴിഞ്ഞ മാച്ച് വീക്കിലും നമ്മുടെ പ്രഡിക്ഷനിൽ എന്തായിരുന്നു അതൊക്കെ നോക്കുകയാണ്. ബ്രെൻഫോർഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോരാട്ടം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തത് യുണൈറ്റഡ് വിജയിക്കുമെന്നാണ്. 2-1 യുണൈറ്റഡ് വിജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ സംഗതി ആകെ പാളിപ്പോയി. ശരിക്കും മാൻട്രാക്കായി. ചെൽസിയോട് വിജയിച്ചൊക്കെ വന്ന വമ്പിൽ നിന്ന ടീമിനെ ബ്രെൻഫോർഡ് അങ്ങ് എടുത്തിട്ട് അലക്കി. 3-1 ബ്രെൻഫോർഡ് വിജയിച്ചു. ലീഡ്സ് യുണൈറ്റഡ് വേഴ്സസ് ബേൺമൗത്ത് മത്സരം നമ്മൾ പറഞ്ഞത് ബേൺമൗത്ത് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിക്കുമെന്നാണ്. നമ്മുടെ പ്രഡിക്ഷൻ അതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചത് എന്താണ്? മത്സരം 2-2 സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. പിന്നെ ചെൽസി വേഴ്സസ് ബ്രൈറ്റൺ പോരാട്ടം നമ്മൾ ചെൽസി വിജയിക്കും, ലോക ചാമ്പ്യന്മാർ തിരികെ വരുമെന്ന് പ്രഡിക്റ്റ് ചെയ്തു. 2-0 ചെൽസി ബ്രൈറ്റണെ തോൽപ്പിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്തെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ ചെൽസി പൊട്ടിത്തകർന്നു. വീണ്ടും ഒരു റെഡ് കാർഡ് പണി കിട്ടി. 3-1 ബ്രൈറ്റൺ വിജയിച്ച് കയറി. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ബേൺലി പോരാട്ടം നമ്മൾ പറഞ്ഞു സിറ്റി ജയിക്കുമെന്ന്. അതെങ്കിലും ശരിയായല്ലോ. 4-0 സിറ്റി ജയിക്കുമെന്നായിരുന്നു നമ്മുടെ പ്രഡിക്ഷൻ. പക്ഷേ സ്കോർ ലൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സിറ്റി 1 ഗോൾ അധികം അടിച്ചു, ബേൺലി 1 ഗോൾ തിരികെ അടിച്ചു. അപ്പോൾ നമ്മുടെ മാർജിൻ കറക്റ്റാണ്. 4 ഗോൾ മാർജിനിൽ തന്നെ സിറ്റി ജയിച്ചു. 5-1 സിറ്റി ബേൺലിക്ക് മേൽ വിജയിച്ചു കയറിയത്. പിന്നെ ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ലിവർപൂൾ പോരാട്ടം. ലിവർപൂൾ എന്തൊരു പ്രകടനമാണ് അതുവരെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ലിവർപൂൾ 1-3 വിജയിക്കുമെന്നാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തത്. പക്ഷേ ഒന്നാം തരം പണി തന്നു ക്രിസ്റ്റൽ പാലസ്. ക്രിസ്റ്റൽ പാലസിൽ 2-1 ലിവർപൂളിനെ പൊട്ടിച്ചു. അല്ലെങ്കിലും വമ്പന്മാർക്ക് ഈ എന്തോ കുഴപ്പം പിടിച്ച ഒരു മാച്ച് വീക്കാണല്ലോ കടന്നു പോയത്. അപ്പോൾ ലിവർപൂൾ 2-1 പൊട്ടിയതോടുകൂടി വീണ്ടും ഒന്നാം തരം മാൻട്രാക്കായി മാറുകയായിരുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് സണ്ടർലൻഡ് പോരാട്ടം നമ്മൾ സണ്ടർലൻഡ് ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിക്കുമെന്നാണ് പറഞ്ഞത്. അത് ശരിയായിട്ടുണ്ട്. സണ്ടർലൻഡ് ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിക്കുമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് സംഭവിച്ചത്. ഏകപക്ഷീയമായ 1 ഗോളിന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ സണ്ടർലൻഡ് പരാജയപ്പെടുത്തി. ടോട്ടനം വേഴ്സസ് വോൾസ് മത്സരം, ആ ഒരു മത്സരത്തിൻ്റെ നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടനം 3-0 വിജയിക്കുമെന്നായിരുന്നു. വീണ്ടും അവിടെ നമ്മുടെ പ്രഡിക്ഷൻ തെറ്റി. 1-1 സമനിലയാണ് ടോട്ടനം വേഴ്സസ് വോൾസ് മത്സരത്തിൽ സംഭവിച്ചത്. ആസ്റ്റൺ വില്ല വേഴ്സസ് ഫുൾഹാം പോരാട്ടം അത് 1-1 സമനിലയാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തതെങ്കിൽ കളിക്കളത്തിൽ ഗോള് കൂടുതലായിട്ട് വീണു. ആസ്റ്റൺ വില്ല 3 ഗോൾ അടിച്ചു, ഫുൾഹാം 1 ഗോൾ തിരികെ അടിച്ചുള്ളൂ. 3-1 ആസ്റ്റൺ വില്ല വിജയിച്ചു കയറി. ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് ആഴ്സണൽ പോരാട്ടം നമ്മൾ പറഞ്ഞു ആഴ്സണൽ വിജയിക്കുമെന്ന്. ഒരിക്കൽ കൂടി നമ്മളെ രക്ഷിച്ചു ആഴ്സണൽ. സെയിം സ്കോർ ലൈൻ 1-2 ആഴ്സണൽ വിജയിക്കുമെന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തു. അതേ സ്കോർ ലൈനിൽ തന്നെ ആഴ്സണൽ വിജയിച്ച് കയറിയിട്ടുണ്ട്. അവിടെ ഒരു പ്രവചന സിംഹമാവാൻ പറ്റിയിട്ടുണ്ട്. എവേർട്ടൺ വേഴ്സസ് വെസ്റ്റ് ഹാം പോരാട്ടം നമ്മുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 2-0 എവേർട്ടൺ വിജയിക്കുമെന്നായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കളിക്കളത്തിൽ നടന്നത് 1-1 സമനിലയായിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക പ്രഡിക്ഷൻസും തെറ്റിപ്പോയി. മാൻട്രേക്ക് ആയിട്ടുള്ള ഒരു മാച്ച് വീക്കാണ് കടന്നുപോയത്. പക്ഷേ ഒട്ടും തളരാതെ നമ്മൾ ഈ ഉദ്യമം തുടരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.